അങ്ങനെ സായിപ്പിൻ്റെയും മലയാളിയുടെയും സങ്കര ഇനം ബ്രീഡ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ റിയാസ് സലീം. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ചോറിനകത്ത് എച്ചിലൊക്കെ വെച്ചിട്ട് വളരെ ഇറിറ്റേറ്റ് ചെയ്ത് പുറത്താക്കാനായിട്ട് ഒരു കാരണക്കാരനല്ല പുറത്താക്കി അടിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞ ബാത്റൂമിനകത്ത് സ്പ്രേ അടിച്ചിട്ട് ഇവനെ അടിച്ചു എന്നാ കയ്യേറ്റം ചെയ്തു, ഫിസിക്കൽ അസാൾട്ട് എന്നും പറഞ്ഞ് ഡോക്ടറെ പുറത്താക്കിയതിൻ്റെ മെയിൻ കാരണക്കാരൻ റിയാസ് സലീം എത്തിയിട്ടുണ്ട്. ആള് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് സായിപ്പിൻ്റെയും മലയാളിയുടെയും സങ്കര ഇനം എന്നല്ല, സാധാരണ ലോക്കൽ, ഞാനൊരു കൊല്ലക്കാരിയാണ്, സാധാരണ ലോക്കൽ ഒരു കൊല്ലക്കാരനായ നമ്മുടെ സായിപ്പിൻ്റെ സങ്കര ഇനം വിത്ത് ബ്രീഡ് ആരാണ്? റിയാസ് സലീം എത്തിയിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ കുറച്ച് മിണ്ടാതൊക്കെ ഇരുന്ന്, അതിന് കാരണം നമ്മുടെ ഷിയാസ് കരീമും അതുപോലെ തന്നെ ശോഭയും ഉണ്ടായത് കൊണ്ടാണ് കുറച്ച് സൈലൻ്റ് ആയിരുന്നു. അതിനുശേഷം അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തന്നെ ആർക്കായിരിക്കും പണി കൊടുക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളുടെ നേരെ തന്നെ ചെന്നു. പക്ഷേ ലക്ഷ്മി അവരില്ല വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഹോട്ടലിൻ്റെ ടാസ്ക് അതുപോലെ ചെയ്യാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പോലും ഈ ഒരു ഹോട്ടലിൻ്റെ ജനറൽ മാനേജരായ ലക്ഷ്മിയുടെ നേരെ ഞാനിങ്ങനെ ടാക്സിയിൽ വന്നപ്പോൾ നിങ്ങൾ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഹോട്ടലിൽ എന്തോ പറഞ്ഞ് എന്തോ സെക്ഷുവലായിട്ട് സംബന്ധിച്ച് സംസാരിച്ചല്ലോ, അതെന്താണ്? അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, യെസ് ഞാൻ സംസാരിച്ചു. ഈ ഒരു ഇങ്ങനെയുള്ള കാറ്റഗറിയെ മീൻസ് ബൈസെക്ഷലും ഗേ അല്ല അങ്ങനെയുള്ളൊരു കാറ്റഗറിയെ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ദാറ്റ്സ് മൈ പെർസ്പെക്റ്റീവ് എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഒരുപാട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചിലവല്ലേ, കാരണം റിയാസ് സലീമിൻ്റെ അത് കണ്ട് മടുത്ത മലയാളികളാണ് നമ്മൾ. അപ്പോൾ അത് മാക്സിമം ചെയ്യാൻ നോക്കി. കാരണം അതിന് കൂട്ടായിട്ട് തന്നെ നമ്മുടെ ആദില നൂറ ഉണ്ടായിരുന്നു. നൂറ ഇവിടെ ഇരുന്നെങ്കിലും കൈയടിക്കാൻ മുന്നിലായിരുന്നു. ആദില ഇങ്ങനെ കൂടെ നടന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒനിയൽ വന്നു, അക്ബർ വന്നു, അങ്ങനെ ഒരു ഭയങ്കര എല്ലാവരും കൂടി. പിന്നെ റെന ഫാത്തിമ, ഇമ്പോർട്ടൻ്റ് ഒരാളുടെ പേരെ മറന്നുപോയ റെന ഫാത്തിമ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹോട്ടലിൻ്റെ ടാസ്ക്കാണ്. ജനറൽ മാനേജർ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ജനറൽ മാനേജറെ ചീത്ത പറയാൻ വന്നത്. എനിക്ക് തോന്നുന്നു ലക്ഷ്മി അങ്ങ് അടങ്ങിയതാണ്. ലക്ഷ്മി ഒരു ഗസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് അടങ്ങിയതാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പറയേണ്ടതായിരുന്നു ഇതാണ്, നിങ്ങൾ ഈ ഹോട്ടലിൻ്റെ ഗസ്റ്റാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കാതിരിക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റൂം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജറാണ്, എൻ്റെ അണ്ടറിലാണ് ഈ ജോലിക്കാരെല്ലാം, നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി പോയി ചെയ്യൂ, നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞവിടെ കളയാമായിരുന്നു. പക്ഷേ ലക്ഷ്മി അത്രയ്ക്കും ഭയങ്കര ഒരു സീരിയസ് ആവാൻ പോയില്ല. ലക്ഷ്മി അതിനെ ടേക്ക് ഇറ്റ് എ സ്കൂൾ, വളരെ കൂളായിട്ട് ഒരു ഭയങ്കര ഒരു കാര്യമുള്ളതല്ല, ഇതൊന്നും എൻ്റെ ഏഴയലത്ത് എത്തത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നു. ആദ്യം തന്നെ റിയാസിനെ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ലേഡിയാണല്ലോ, എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത്? ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, നിങ്ങൾ എന്താണ് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമയം തരാത്തത് എന്താണ്? ഞാൻ ഇത്തിരി ബിസിയാണ്, നിങ്ങൾ സംസാരിക്കും, ഞാൻ ബിസി, എൻ്റെ ഒരു ടൈം കിട്ടുമ്പോൾ ക്യാബിനിലേക്ക് വരുമെന്ന് പറഞ്ഞു, ഓഫീസിലേക്ക് എൻ്റെ ചെയറിൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ തുടക്കം തുടങ്ങി. എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സങ്കരീനം വിത്ത് അറിയാലോ, നമുക്ക് ഈ ക്യാരക്ടർ അറിയാലോ. എന്തിനായിരിക്കും ബിഗ് ബോസിലേക്ക് BB ഹോട്ടൽ എന്നുള്ളൊരു വ്യാജേന ബിഗ് ബോസിലേക്ക് പോയത് എന്ന് നമുക്കറിയാം. ലക്ഷ്മിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോണ എന്താണ്? ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടും, ലക്ഷ്മി ടോപ്പ് 5 വരും. ഇതായിരിക്കും ആദിലെ 100 പുറത്താവും. ഇതായിരിക്കും സംഭവിക്കാൻ പോണത്. ഞാൻ മുൻകൂട്ടി പറയാണ്. കാരണം ലക്ഷ്മി വളരെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. കാരണം അന്ന് ഒരു സംസാരത്തിൽ ഒരു ലാംഗ്വേജ് എന്നുള്ള വ്യത്യാസം വന്നു. അതിന് ലക്ഷ്മി 1000 സോറി പറഞ്ഞു, എല്ലാ മെമ്പേഴ്സിനോടും സോറി പറഞ്ഞു, ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ്റെ മുന്നിൽ സോറി പറഞ്ഞു, പ്രേക്ഷകരോട് സോറി പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടും റിയാസ് സലീം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക, എനിക്ക് ഈ റിയാസ് സലീമിൻ്റെ പേര് പോലും പറയാൻ എത്ര വലിയ താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൊറി, അല്ലാണ്ട് വേറെ അയാളുടെ ഒരു സെക്ഷുവാലിറ്റിയെ ബന്ധിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അയാളുടെ ആ ചൊറിത്തരം അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അയാൾ എന്നിട്ട് അവിടെ ലക്ഷ്മിയുടെ ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഒരു ഹ്യൂമാനിറ്റി ഉള്ള പേഴ്സൺ അല്ലേ, യു ആർ നോട്ട് എ കൈൻഡ് ഓഫ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ച്. ഈ ഹ്യൂമാനിറ്റി ഉള്ള ഇവൻ്റെ ക്യാരക്ടർ നമ്മൾ ബിഗ് ബോസിൽ സീസൺ 4 കണ്ട് മടുത്തതാണ്. ഇവനെ കയ്യെ കിട്ടി അടിക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ആൾക്കാർ വരുന്നതാണ്. ഇങ്ങനെയുള്ള വിവരം കിട്ടവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന കുറേവന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ
കുറേ അവന്മാരും കുറേ അവളുമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഹ്യൂമാനിറ്റിയുടെ പേരിൽ ലക്ഷ്മിയോട് പറയുന്നത്, നീ ഭയങ്കര ഹ്യൂമാനിറ്റി, നിങ്ങൾക്കൊരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത പേഴ്സൺ, യു ആർ നോട്ട് എ കൈൻഡ് ഓഫ് പേഴ്സൺ, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ദയില്ലാത്ത വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ അർഹതയുള്ള ആളല്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന കുറേ എണ്ണത്തിൻ്റെ വോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ലക്ഷ്മിയുടെ മുഖത്ത് അപ്പോഴും ചിരിയാണ് വന്നത്. ലക്ഷ്മി ട്രിഗർ ചെയ്യാൻ നോക്കിയതാണ്. ലക്ഷ്മി വളരെ കൂളായിട്ട് അതെടുത്തു, കാരണം ലക്ഷ്മി അതൊരു പുച്ഛത്തോടുകൂടി തള്ളി. വോട്ടും കൂടി അവൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടി. ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്തുനിന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ 4 ചുറ്റും നിന്ന് ലക്ഷ്മിയെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് സൈലൻ്റായി. അപ്പോൾ അങ്ങനെ റിയാസ് സലീമായിട്ട് തന്നെ ലക്ഷ്മിക്ക് ഫൈനൽ 5-ൽ എത്താനുള്ള ചാൻസ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാവരോടും പിന്നെ അനുമോളോട് ജസ്റ്റ് ഒന്ന് ചൊറിയാൻ പോയി. അനുമോളെ അനുമോളെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു, എനിക്കത് ക്ലിയർ ആയിട്ടില്ല, ഞാൻ അതിൻ്റെ മുഴുവൻ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അറിയാം. അപ്പോൾ അനുമോള് കുറച്ച് കഴിഞ്ഞപ്പം ആദിലെ പറയുന്നു മാനേജറുണ്ട്, അനുമോളെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അനുമോള് ചെന്നു. അപ്പോൾ അനുമോൾക്ക് തലവേദന എടുക്കുന്നു. ആദ്യം തന്നെ ജനറൽ മാനേജർ പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കിടക്കാനുള്ള അവിടെ സൗകര്യമില്ല, കാരണം ബെഡിൽ കിടക്കാൻ പാടില്ല എന്നുള്ളൊരിത് കൊണ്ട്, കാരണം അവർക്ക് അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനറൽ മാനേജർ പറഞ്ഞു റെസ്റ്റ് എടുത്തോളാൻ. പക്ഷെ അത് കേട്ട ആദിലെയും ആര്യനും കൂടി അനുമോളെ പെട്ടെന്ന് തന്നെ അവിടെ പൊക്കിച്ചിട്ട് ഈ റിയാസ് സലീമിനെ കൊണ്ട് അവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയോ പറയുന്നു. അപ്പം ഉടനെ ജിസേല് പിന്നെ ഈ റിയാസ് സലീമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ പ്ലാച്ചി എടുത്ത് കളഞ്ഞേക്കുന്നുണ്ട്, അതിനെ കള്ളത്തലവേദന നടിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും അനുമോളുടെ തോളെ കയറാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ലക്ഷ്മിയെ എടുത്ത് കൂടുതൽ സംസാരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി, കാരണം ലക്ഷ്മി വളരെ കൂളായിട്ടിരിക്കുകയാണ്. ഇനിയും ലക്ഷ്മി എടുത്ത് ചെല്ലും, അത് ഉറപ്പാണ്. അപ്പോൾ എന്താണ് റിയാസ് സലീമിൻ്റെ അടുത്ത നീക്കങ്ങളെന്നറിയാം. എന്തായാലും ചൊറിച്ചിൽ തന്നെയാണ്, ചൊറിയാന്നുള്ള ആണല്ലോ, ഇവൻ്റെ പേര് തന്നെ റിയാസ് എന്നാണല്ലോ. അപ്പം റിയാസ് സലീം ഒരു എന്താ പറയുന്നത്, വിദേശി ബ്രീഡ് എന്ന് പറയുന്നത് സങ്കര ഇനം, സായിപ്പ് സങ്കര ഇനം. മലയാളമേ പറയത്തില്ല, പാവം മലയാളമേ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് മാത്രം. അത് പിന്നെ ബിഗ് ബോസ് ഇടയ്ക്ക് ആര്യനും റെനയും കൂടി ബെഡ്റൂമിൻ്റെ അന്നത്തെ ആ സീൻ സംസാരിച്ചായിരുന്നു. അതെന്തായിരുന്നു സീൻ എന്നൊക്കെ റെനയോട് റിയാസ് സലീം ചോദിക്കുന്നു. അപ്പോൾ ആര്യനും റെനയും നിന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ ആര്യൻ ഇംഗ്ലീഷിലങ്ങ് പറയും. അപ്പോൾ ഉടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ആര്യൻ നിങ്ങൾ മലയാളം സംസാരിക്കൂ. ഈ ബിഗ് ബോസിനെ ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ വായിക്കത്ത് എന്തോ പഴമാണോ? ഇയാളെ ഈ ഇംഗ്ലീഷ് മാത്രമേ ഇവർ സംസാരിക്കുന്നുള്ളൂ. ഇവർ ഇംഗ്ലീഷ് മാത്രമാണ്. ഇവിടെ ഉള്ളവർ പിന്നെ സാധാരണക്കാർ കാണുന്ന ഒരു ഷോയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ലൈവിനകത്ത് ഇവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പം ലക്ഷ്മി എടുത്താലും ലക്ഷ്മി അപ്പോഴും പറയേണ്ട കാര്യം തന്നെ മലയാളത്തിലായിരുന്നു. നിങ്ങളുടെ ഇവിടുത്തെ ഗസ്റ്റ് മാത്രമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ പിന്നെ സെർവൻസ്, ഞങ്ങളുടെ ഒരു സർവീസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട്, സർവീസ് ചെയ്യുന്നവരോട് പറയുക, അവർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജേഴ്സിനോട് പറയുക, ഓക്കെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പോവാം. പക്ഷെ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞു, നിങ്ങൾ പിന്നെ നിൽക്കേണ്ടതില്ല, പോവാന്ന് പറഞ്ഞു ലക്ഷ്മി. പക്ഷേ ലക്ഷ്മി കൂടുതൽ ഭയങ്കരമായിട്ട് ദേഷിച്ചോ ട്രിഗറായോ പറഞ്ഞില്ല, കാരണം ഒരു ഗസ്റ്റാണ്, ലക്ഷ്മിക്ക് ഒരു ടെൻഷനുണ്ട്. ഇനി ഗസ്റ്റിനോട് വല്ലതും ദേഷിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവോ എന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ ഗസ്റ്റ് വന്ന് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള ലക്ഷ്മി ഒരു വാക്ക് ചോദിച്ചു. പിന്നെ അതിനുശേഷം ലക്ഷ്മി അങ്ങ് അടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഒരു ഫൈറ്റ് പോകുന്നതിന് മുമ്പ് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന 2-3 പേരെയാണ്. ഒന്നെനിക്ക് തോന്നുന്നു, ഒന്നെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഫസ്റ്റ് നമ്പർ 1 ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ മോനെ തന്നെ ഇവിടെ വളരെ മോശമായിട്ട് പറഞ്ഞു. പിന്നെ അതിനുശേഷം അനുമോളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 3 ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് റിയാസ് സലീം അകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ആരോടൊക്കെയാണ് ഇവൻ ചൊറിയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഇന്ന് ഫുള്ള് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ പോൾ ചെയ്യുക. നിങ്ങളുടെ മത്സരാർത്ഥിക്ക്, നിങ്ങൾക്ക് ഇഷ്ട മത്സരാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി, എത്ര ശതമാനം വോട്ട് കിട്ടി, എത്ര വോട്ട് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ അമ്മൂസോട്ടിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ അമ്മൂസോട്ടിൻ്റെ ലൈവിൽ അറിയാൻ പറ്റും. ആ ഒരു ട്രാൻസ്പെറൻസി ആയിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് വാങ്ങിച്ചിരിക്കുന്നത്, മലയാളം ബിഗ് ബോസ് voting.com. മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കരുത്. ആർക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി ഒഫീഷ്യലായിട്ടും വോട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ മലയാളം ബിഗ് ബോസ് voting.com സൈറ്റ് സന്ദർശിച്ച്
വെച്ച് അതിൽ നിങ്ങൾ പോൾ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടുന്നു എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കെല്ലാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.